തിരുവനന്തപുരത്തേക്കാണ്. മുതലപ്പുഴയിലെ അശാസ്ത്രീയ പുലിമുട്ട് നിർമ്മാണം കാരണം അഞ്ചുതെങ്ങ് തീരദേശ ഗ്രാമത്തെ കടൽ വിഴുങ്ങുന്നുവെന്ന് പ്രദേശവാസികൾ. രൂക്ഷമായ കടലാക്രമണം കാരണം നിരവധി വീടുകളാണ് തകർച്ചയുടെ വക്കിലായത്. 3 വർഷം നിരന്തരമായി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് കടൽ ഭിത്തി കെട്ടുന്നതിൽ സ്ഥലം MLA ഇടപെട്ടത്. എന്നാൽ അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണം തീരദേശ ജനതയുടെ കിടപ്പാടം കവർന്നെടുക്കുകയാണ്. 5 ഗ്രാമമാണ് അഞ്ചുതെങ്ങിൽ. നെടുങ്കണ്ട, കായിക്കര, അഞ്ചുതെങ്ങ്, പൂത്തുറ, താഴമ്പള്ളി, ഈ 5 ഗ്രാമത്തിൻ്റെ ചുറ്റളവിലുള്ള പുലിമുട്ടിടണമെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് നമ്മുടെ ഇവിടെ സ്ഥല MLA ആയ ശശി സാറിൻ്റെ അടുത്ത് നമ്മൾ പറയുകയുണ്ടായി. പക്ഷേ അദ്ദേഹം നിയമസഭയിൽ അത് ഉന്നയിക്കുകയും അതിൻ്റെ പ്രതിഫലമായിട്ട് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പെയാണ് ഇത് കൊണ്ടുവന്നത്. പക്ഷേ നെടുങ്കണ്ടയിൽ തുടക്കം നെടുങ്കണ്ട ഇട്ട് തുടങ്ങിയാൽ മാത്രമേ ഇവിടുത്തെ ഈ കരകളെ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ കടൽക്കയറ്റത്തെ തടുത്തുനിർത്താനുള്ള അവസരം കിട്ടുകയും ചെയ്യും. കൊണ്ട് ഇട്ടിരിക്കുന്നത് ആ താഴമ്പള്ളി ഭാഗത്തേക്ക് മാത്രമാണ്. ഒരു കാലവർഷത്തിലും ഇത്രയധികം തീരം നമുക്ക് നഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ പുലിമുട്ട് നിർമ്മാണം വീണ്ടും പുരോഗമിച്ച് വരുന്തോറും അതിനനുസരിച്ച് തീരെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. നമുക്ക് നേരത്തെ തന്നെ 150ഓളം വീടുകൾ നഷ്ടപ്പെട്ടു. സർക്കാർ കൊടുക്കുന്നത് 10 ലക്ഷം രൂപയാണ്. ആ 10 ലക്ഷം രൂപയ്ക്ക് വസ്തു വാങ്ങാൻ പോലും അവർക്ക് തികയത്തില്ല. അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ സോളമൻ, അവിടെ തീരദേശ ഗ്രാമങ്ങളാണ് അഞ്ചുതെങ്ങ് ഭാഗത്തുള്ളത്. അവിടെ ഓരോരുത്തരുടെയും കയ്യിലുള്ള വസ്തു അത് കടൽ എടുത്തുകൊണ്ട് പോകുന്നത് നോക്കി നിൽക്കാനേ അവർക്ക് കഴിയുന്നുള്ളൂ. അടുത്തുണ്ടായിരുന്ന വീടുകളൊക്കെ തകർന്നു കിടക്കുന്നത് നമ്മൾ പലതവണ കണ്ടതാണ്. ഇപ്പോൾ പ്രധാനമായും അഞ്ചുതെങ്ങിലെ 3 ഗ്രാമങ്ങളിൽ കടലേറ്റം ഈ പുലിമുട്ട് നിർമ്മാണത്തിന് ശേഷം കൂടുന്നു എന്നാണോ അവർ പറയുന്നത്? സുജയ, തീർച്ചയായിട്ടും അഞ്ചുതെങ്ങ് എന്ന് പറയുന്നത് ആ പേര് പോലെ തന്നെ 5 ഗ്രാമങ്ങളടങ്ങിയ ഒരു പ്രദേശമാണ്, തീരപ്രദേശമാണ്. നിലവിൽ ഈ മുതലപ്പുഴയിൽ അശാസ്ത്രീയ പുലിമുട്ട് നിർമ്മാണം നടത്തിയതോടുകൂടിയാണ് ഈ ഗ്രാമത്തിൽ കൂടുതൽ കടൽ രൂക്ഷമായിട്ടൊരു ആക്രമണം നടത്തി വരുന്നത്. അങ്ങനെ കഴിഞ്ഞ 4 വർഷമായിട്ട് 150ഓളം വീടുകളാണ് അവിടെ തകർന്നു പോയത്. പക്ഷേ ആ ജനത്തെ പുനരധിവസിപ്പിക്കാൻ പോലും സർക്കാരിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. തൊട്ട് മുന്നിൽ കടലാണെങ്കിൽ തൊട്ട് പുറകിലുള്ളത് കായലാണ്. ഇങ്ങനെ കായലിനും കടലിനും ഇടയിലുള്ള ഒരു ഗ്രാമം, ആ ഗ്രാമം പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ഈ നാളുകളിലൊക്കെയും കണ്ടത്. ഇപ്പോൾ കാലവർഷക്കെടുതി രൂക്ഷമായതിന് പിന്നാലെ പല വീടുകളിലും വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇതിനോടകം കഴിഞ്ഞ 3 വർഷമായിട്ട് സ്ഥലം MLA ഈ ശശിയോട് ഈ വിവരം നിരന്തരമായിട്ട് മത്സ്യത്തൊഴിലാളികളും അവരുടെ സംഘടനകളും നിരന്തരമായിട്ട് ആവശ്യപ്പെട്ട കാര്യമായിരുന്നു. വടക്ക് ഭാഗത്ത് നിന്ന് പുലിമുട്ട് നിർമ്മാണം ആരംഭിക്കുക എന്നുള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ശശി നിയമസഭയിൽ ഉന്നയിക്കുകയും പക്ഷേ തൊട്ടു പിന്നാലെ പുലിമുട്ട് അനുവദിച്ചു കിട്ടി. പക്ഷേ 10 പുലിമുട്ട് അനുവദിച്ചു കിട്ടിയെങ്കിലും ആ പുലിമുട്ട് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് താഴമ്പള്ളി ഭാഗത്ത് നിന്നാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട വസ്തുത. അത് ഒരു അനാസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. കാരണം ഈ തെക്ക് ഭാഗത്ത് നിന്ന് പുലിമുട്ട് നിർമ്മാണം ആരംഭിക്കുമ്പോഴേക്കും വടക്ക് ഭാഗത്തുള്ള ഭാഗത്തേക്ക് കടൽ രൂക്ഷമായിട്ട് ഒരു വേലിയേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വേലിയേറ്റം ഉണ്ടായാൽ ആ ഭാഗത്തുള്ള വീടുകൾ കടലെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറി പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആ ഭാഗത്തെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അതായത് നെടുങ്കണ്ടം, കായിക്കര അടക്കമുള്ള അഞ്ചുതെങ്ങ് അടക്കമുള്ള ഗ്രാമങ്ങൾ കടൽ വിഴുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത്തരത്തിൽ അശാസ്ത്രീയമായിട്ട് പുലിമുട്ട് നിർമ്മാണം നടത്തി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിനെ തടയണമെന്നുള്ളൊരു ആവശ്യമാണ് നിലവിൽ സുജയ ഈ അഞ്ചുതെങ്ങിലെ മുതലപ്പുഴയിലെയും മത്സ്യത്തൊഴിലാളികൾ ഒരുപോലെ ആവശ്യപ്പെടുന്നത്. മുതലപ്പുഴയിലെ ഹാർബറിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഈ മുതലപ്പുഴ താഴമ്പള്ളി ഭാഗത്ത് മാത്രം പുലിമുട്ട് നിർമ്മാണം നടത്തുന്നുള്ളൊരു ആരോപണവും ഉണ്ട്. അരുൺ സോളമൻ, ഇത് പെട്ടെന്ന് പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. ജീവിതം തന്നെ, കിടപ്പാടം തന്നെ കടലെടുത്ത് പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്ന അഞ്ചുതെങ്ങിലെ മനുഷ്യർക്കൊപ്പം നമുക്ക് തുടരാം. അധികൃതർ ഇതിൽ പരിഹാരം ഉണ്ടാക്കുന്നതുവരെ.